ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? ഒന്നും പറയുന്നില്ല, ഇല്ല, ഒരു വാക്കുമില്ല. ഇല്ല, ഇല്ല. അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതവും ചെയ്തില്ല, എതിർക്കുന്നുമില്ല. ഞാൻ അതിനകത്തൊരു അഭിപ്രായവും പറയുന്നില്ല. പാർട്ടി നേതൃത്വം ചർച്ച നടത്തി അതിലൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു ഫൈനൽ തീരുമാനമാണ്. അത് അംഗീകരിച്ചു പോകുന്ന അച്ചടക്കം അംഗീകരിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. അതിനപ്പുറത്ത് എനിക്ക് പറയാനൊന്നുമില്ല. രാജി വേണ്ടതുണ്ട്, MLA സ്ഥാനത്ത് നിന്ന് രാജി വെക്കേണ്ടതുണ്ടോ? അതൊക്കെ അവിടെ പാർട്ടി തീരുമാനിക്കും. അതൊന്നും വ്യക്തിപരമായ തീരുമാനമല്ല, അതൊക്കെ പാർട്ടി തല തീരുമാനമാണ്. ആ തീരുമാനം ഓൾറെഡി പാർട്ടി എടുത്തിട്ടുണ്ട്. അതെടുത്താൽ അതിനനുസരിച്ചിട്ട് പാർട്ടി ആക്ട് ചെയ്യും. ഇതിനകത്ത് ഇനിയിപ്പോൾ പുതുതായിട്ട് ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ വരേണ്ടതാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതല്ലേ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതൊക്കെ അതിൻ്റെ സമയത്ത് വരും, സമയത്ത് പോകും, ഒന്നും കുഴപ്പമില്ല. ഈ പറയുന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ മതം ഒരു പരിഗണനാ വിഷയമാവുന്നത് ശരിയാണോ? ഈ അധ്യക്ഷനാവാൻ വേണ്ടി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ വേണ്ടി മതം ഒരു പരിഗണനയാവുന്നത് ശരിയാണോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഒരു മതം ഒരു പരിഗണനയാവുന്നത് ശരിയാണോ? മതം ഒരു പരിഗണനയാവുന്നത് ശരിയാണോ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നിനോടൊന്ന് സാമ്യമായ എല്ലാ കാരണങ്ങളിലും പാർട്ടി തലത്തിൽ ചർച്ചയും നടക്കും. അതിനനുസരിച്ച് തീരുമാനം നടക്കും. മനസ്സിലായല്ലേ? ഇതല്ലാത്ത മറ്റൊരു വിഷയം ചോദിച്ചോട്ടെ. അതായത് കേരളത്തിലേക്ക് മെസ്സി ഫുട്ബോൾ ഇതിഹാസം വരികയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട്? മെസ്സി ഫുട്ബോൾ വന്നോട്ടെ, അത് നല്ലൊരു ഹരമുള്ള മത്സരമല്ലേ. നമ്മളെല്ലാം അത് എപ്പോഴും എവിടെയാ എത്ര കാശ് കൊടുത്തിട്ടും പോയി കാണുന്നവരാണ്. അതുകൊണ്ട് അത് വളരെ വെൽക്കം. മെസ്സിനെ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ.